സത്യനന്ദിക്കാട് സാറിൻ്റെയൊക്കെ സിനിമകളോട് ഒരു പരിധി വരെ നമുക്ക് ഉപമിക്കാം. നമ്മൾ കണ്ടിടത്തോളം നല്ല ഒരു ഫിലിമായിട്ട് പോയിട്ടുണ്ട്. കാരണം കുറേ നാളുകൾക്ക് ശേഷം ഒരു ഗ്രാമീണ പശ്ചാത്തലമുള്ള നല്ലൊരു സിനിമയാണ്. നമുക്ക് ബോറടിക്കൂല. കുടുംബസമേതം എന്തായാലും ധൈര്യമായിട്ട് വന്ന് കാണാം. കാരണം നല്ലൊരു പടമാണ്, നല്ല പാട്ടുകളുണ്ട്, നല്ല വിഷ്വൽ ഭംഗിയാണ്. അത് കഥയും അതേപോലെ നല്ലതാണ്. ആദ്യം നമുക്കൊരു പിടുത്തം കിട്ടില്ല. പിന്നെ 10-40 ആർട്ടിസ്റ്റുകളുണ്ട്. ഓരോരുത്തരും എൻട്രിക്കാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ഒരു സസ്പെൻസ് ഒക്കെ ഉണ്ട്. നല്ല പടമാണ്. ഹൈലൈറ്റ് നോക്കുവാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരുപാട് താരങ്ങൾ ഇതിനകത്ത്. കാരണം ഇപ്പം മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ താരങ്ങളുണ്ട്. ഒരു 10, ഞാൻ പറഞ്ഞൊരു 40-ൽ പരം താരങ്ങളുണ്ട്. അതായത് അസ്കർ സൗദ, രാഹുൽ മാധവ് അങ്ങനെ തുടങ്ങിയിട്ട് കൈലേഷ്, ശിവചേട്ടൻ, ഈ ഏറ്റവും താഴെയുള്ള ബൈജുക്കുട്ടൻ വരെ ഇതിനകത്തുണ്ട്. പിന്നെ ഒരുപാട് എന്താ പറയുക, എല്ലാവരും കൂടിയിട്ടിരുന്ന് കാണുന്ന സിറ്റുവേഷനിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഇതിനു മുമ്പ് മൂവി നമ്മൾ ഷൂട്ട് ടൈമിൽ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മുഴുവനായിട്ട് കാണുന്നൊരു സിറ്റുവേഷനിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ്. ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ട് അതിൽ എൻ്റെ സീൻ വരുന്നത് സോപാന സംഗീതം പാടിക്കൊണ്ടാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരുപാട് സങ്കടം വന്നു, സന്തോഷം കൊണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു മൂവിയാണ്. പിന്നെ ഒരു ഫാമിലി മൂവിയാണ്. പിന്നെ ഒരു നാട്ടുമ്പുറം അങ്ങനെ ഒരു പശ്ചാത്തലമൊക്കെ ആയിട്ടുള്ള ഒരു മൂവിയാണ്. പിന്നെ നമുക്ക് എന്താ പറയുക, ഞാനും ആദ്യമായിട്ടാണ്, ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റേതായ നമുക്ക് എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് പിന്നെ കണ്ട് പ്രേക്ഷകരാണ് പറയേണ്ടത്. പിന്നെ പറയാനുള്ളത് നമ്മളും സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഈ സിനിമ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു മൊമെന്റിൽ വന്നതാണ്. സിനിമ ഡ്രീമായിരുന്നു, പക്ഷെ നമ്മൾ ജോലി പ്രൊഫഷനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഓവർ എക്സൈറ്റഡ് ആയി. കാരണം നമ്മൾ ബിഗ് സ്ക്രീനിൽ നമ്മളെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ആവേശവും സന്തോഷം ഉണ്ടല്ലോ, അത് വളരെ ഡിഫറെൻ്റാണ്. കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എൻ്റെ ആദ്യത്തെ സിനിമയാണ്, തുടക്കമാണ്. അപ്പോൾ അതിൽ ഒരുപാട് കുറവുകളുണ്ടാവാം, പക്ഷേ സിനിമയ്ക്ക് ആ കുറവുകളില്ല. ആക്ടർ എന്ന നിലയിൽ ഒരുപാട് ഞാൻ ഗ്രോ ചെയ്യേണ്ടതുണ്ട്. പേഴ്സണലി ഞാൻ എന്നെ നോക്കി കാണുകയാണെങ്കിൽ. പക്ഷേ ഇത് ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് നല്ലൊരു കുടുംബേതരായിരിക്കും. പ്രൊഡ്യൂസറുടെ തന്നെ സുധീർ സി ബി എന്ന പ്രൊഡ്യൂസറുടെ പേര്. അപ്പോൾ പ്രൊഡ്യൂസറിൻ്റെ ഒരു കഥയാണ്, ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരുക്കിയ സത്യനന്ദിക്കാട് സാറിൻ്റെയൊക്കെ സിനിമകളോട് ഒരു പരിധി വരെ നമുക്ക് ഉപമിക്കാം ഈ സിനിമയെ. പക്ഷേ ആ സിനിമയായിട്ട് കമ്പാരിസൺ നടത്താൻ പറ്റില്ല. പക്ഷേ അത്തരത്തിലുള്ള ഒരു ജോണറിൽ പോകുന്നൊരു സിനിമയാണ്. കുടുംബ പ്രേക്ഷകരെ വളരെയധികം ഒരുപാട് ഇമോഷൻസ് പറയുന്ന ഒരു സിനിമ കൂടിയാണ്. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ മലയാള സിനിമയിൽ, എൻ്റെ ആദ്യത്തെ സിനിമയിൽ ഇത്രയും അധികം ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം അഭിനയിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഫാന്റാസ്റ്റിക് എക്സ്പീരിയൻസ്. അതാണ് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ആസ് എ വ്യൂവർ, പിന്നെ എന്താ ഹസൻ എന്താ പറയുക, അതിലെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലും നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ് ഇത്. ആക്ച്വലായിട്ട് പറഞ്ഞാൽ ഒരുപാട് സീനിയർ ആക്ടേഴ്സിൻ്റെ കോർഡിനേഷനാണ് ഈ മൂവി. അപ്പോൾ കുറേ മൂവികളിൽ ഇപ്പോൾ അതല്ല, ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് ഈ മൂവികളിൽ. അപ്പോൾ അതിനെ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. അതിൽ എനിക്കും ഇതിൽ അതിലൊരു ഹസൻ എന്താ പറയുക, ഒരു ആർട്ടിസ്റ്റ് ആവാൻ സാധിച്ചതിൽ താങ്ക് ഗോഡ്. പിന്നെ റിയാസ് സാറിൻ്റെ ബ്രദറായിട്ടാണ് ഈ മൂവിയിൽ ഒരു മറ്റേ ജോസൺ എന്നൊരു ക്യാരക്ടറാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. വളരെ ഗുഡ് എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത്. പിന്നെ എന്താ പറയുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മൂവി കാണുക.